ഹായ് കൂട്ടുകാരെ, അവലോസ് പൊടി ഉണ്ടെങ്കിൽ ടേസ്റ്റിയായ അവലോസ് ഉണ്ട തയ്യാറാക്കാം. അതിനായി ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ച് വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നല്ലപോലെ അരിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നല്ലപോലെ തിളച്ച് വരണം. പൊടിയുടെ അളവിനനുസരിച്ചാണ് ശർക്കരപ്പാനി എടുക്കേണ്ടത്. ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. അതിലേക്ക് എടുത്തു വെച്ച ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ തിളച്ച് വരുമ്പോൾ 1.5 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറിയ സ്റ്റിക്കി പരിഭവമാകുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച അവലോസ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവലോസ് പൊടി തയ്യാറാക്കാൻ നൈസ് പത്തിരി പൊടിയിലേക്ക് വറുക്കാത്ത പൊടി വേണം. അതിലേക്ക് ചിരവിയ തേങ്ങയും ഏലക്കപ്പൊടിയും ജീരകം, എള്ള്, ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് നല്ലപോലെ തിരുമിയെടുത്ത പൊടി വറുത്തെടുക്കണം. ആ വറുത്തെടുത്ത പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറിയ ബോൾസായി ഉരുട്ടിയെടുക്കണം. ചെറു ചൂടോട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ.